ജാമ്യാപേക്ഷയുമായി ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. താൻ നിരപരാധിയാണെന്നും ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയതെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ശബരിമലയിലെ കാര്യങ്ങൾക്കായി പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ശ്രീകോവിലിലെ വാതിൽ വെറും ചെമ്പ് പാളികളാണെന്നാണ് പറഞ്ഞത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് SIT സ്വർണം പിടിച്ചെടുത്തതെന്നും ഗോവർദ്ധൻ ആരോപിക്കുന്നു. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അദ്ദേഹത്തിന്റെ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരത്തിലുള്ള ഭാഗം മനസ്സിലാക്കുന്നത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് SIT തന്റെ കയ്യിലുള്ള സ്വർണം പിടിച്ചെടുത്തതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ സ്വർണം ഈ ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണമല്ലേ എന്നടക്കമുള്ള സംശയങ്ങൾ വരും. അപ്പോൾ ഈ ഗോവർദ്ധന്റെ ഹൈക്കോടതിയിലേക്കുള്ള നീക്കം, അദ്ദേഹത്തിന്റെ മൊഴി എത്ര കണ്ട് നിർണായകവും പ്രധാനവുമാണ്? ഗോവർദ്ധൻ പറയുന്നതനുസരിച്ച് അത് ശബരിമലയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണ്ണമല്ല എന്നുള്ളതാണ്. കാരണം അതിന് തത്തുല്യമായിട്ടുള്ള ഗോൾഡാണ് പിടിച്ചെടുത്തതെന്നുള്ളതാണ്. സ്വാഭാവികമായും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഒരു ഗോൾഡ് അല്ല എന്ന് തന്നെ നമുക്ക് ഈ ജാമ്യാപേക്ഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം എവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും SITക്കെതിരെ രൂക്ഷമായ വിമർശനവും ആണ് അല്ലെങ്കിൽ നിലപാടാണ് ഇപ്പോൾ ഗോവർദ്ധൻ സ്വീകരിച്ചിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് സ്വർണം പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പങ്കുമില്ല, ഇതിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല, താൻ നിരപരാധിയാണ്, തന്നെ ബോധപൂർവം ഇതിൽ പ്രതി ചേർക്കുകയായിരുന്നു എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ദേവസ്വം ബോർഡിനാണ്. കാരണം ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികളൊക്കെ പുറത്തു പോകരുത് എന്നുള്ളതാണ് ദേവസ്വം മാനുവൽ. അത് തെറ്റിച്ചു, അത് തെറ്റായി ഉത്തരവിറക്കി അങ്ങനെ പുറത്തു കൊണ്ടുപോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നതും സ്വർണം ഒരുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത്. തന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഗോവർദ്ധൻ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് മലയാളം അറിയുമായിരുന്നില്ല, തനിക്ക് അടുപ്പമുണ്ടായിരുന്നു, ശബരിമലയിൽ അടുപ്പമുണ്ടായിരുന്നു. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിലെ വിവരങ്ങൾക്കപ്പുറം ഇപ്പോൾ വരുന്നത് മറ്റു കുറച്ചുകൂടെ ഗൗരവതരമായ വിഷയങ്ങൾ കൂടിയാണ്. അതായത് സ്വർണം വാങ്ങിയതിന് ഗോവർദ്ധൻ ദേവസ്വം ബോർഡിന് പണം നൽകി എന്നുള്ള വിവരങ്ങൾ. ഏതാണ്ട് 15 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ദേവസ്വം ബോർഡിന് നൽകിയത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. 474 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന് നൽകിയത്. കാരണം ഇതിന്റെ ഒരു രേഖകൾ കൂടി സിജോയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ രേഖകൾ പറയുന്നത്? സിജോ, വിശദാംശങ്ങൾ എന്താണ് ഇതിന്റെ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പങ്കുമില്ല, ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു കൊണ്ടുപോയി സ്വർണ്ണ വിൽപ്പന നടത്തിയതാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുള്ള DD ആണുള്ളത്. ഇത് ഗോവർദ്ധൻ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന DD ആണ്. ഇതിൽ 14.97 ലക്ഷം രൂപയാണ്, അത്രയും തുകയ്ക്കുള്ള ഒരു DD ആണ് കൈമാറിയിരിക്കുന്നത്. അത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കായിട്ടാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് 474 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് വാങ്ങിയിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള തുക എന്ന നിലയിൽ ദേവസ്വം ബോർഡിന് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന രേഖകളാണ്. അപ്പോൾ ഇത്രയും നാൾ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അവിടുത്തെ ആളുകൾക്കും ഈ ഇടപാടിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നു, പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു രേഖയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം ഇത്രയും നാൾ ദേവസ്വം ബോർഡ് നേരിട്ടറിയില്ല എന്ന് പറഞ്ഞാണ് ഈ സ്വർണം ഗോവർദ്ധന് വിറ്റത്, അത് വ്യക്തമാവുകയാണ്. അതെ, തീർച്ചയായും അതെ, അങ്ങനെയാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇത് ഗോവർദ്ധൻ ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്ന DD ആണ്. ഈ DDയിലാണ് 14.97 ലക്ഷം രൂപയുടെ DD ആണ് കൈമാറിയിരിക്കുന്നത്. ഇത് 474 ഗ്രാം സ്വർണം അദ്ദേഹത്തിന് കൊടുത്തതിനുള്ള ഒരു പകരമായി ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്ന തുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നോക്കുമ്പോൾ നേരത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പല ഘട്ടങ്ങളിലും ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണമായതുകൊണ്ട് ഇതിൻ്റെ തൂക്കത്തിനനുസരിച്ച് മാത്രമാണ് ഇതിന് വില ഈടാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 474 ഗ്രാം സ്വർണത്തിന് വെറും 14.97 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് അടച്ചതായി മനസ്സിലാവുന്നത്. പിന്നീട് ഇത്
ഇതിനെക്കുറിച്ച് തന്റെ ശബരിമലയിൽ സ്വർണ്ണമാണല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപം ഉണ്ടായി എന്നൊക്കെയാണ് ഗോവർദ്ധൻ പറയുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില പ്രായശ്ചിത്തങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നത്. അതിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് ശബരിമലയിൽ അന്നദാനം നടത്താൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അങ്ങനെ അന്നദാനം നടത്തുന്നു. അത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 10 ലക്ഷം രൂപയോളം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മാളികപ്പുറത്ത് സ്വർണ്ണഹാരം വാങ്ങുന്നതിന് വേണ്ടി പണം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ഒരു പരിഹാരമാകും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തി എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് ഒരു വിഷമമായി തോന്നി എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വളരെ നിർണായകമാണ്. ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറഞ്ഞിരുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കൃത്യമായ രേഖകളടക്കം ഈ DD അടക്കം വലിയ രേഖയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേവസ്വം ബോർഡ് മുഴുവനായി അറിഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ തീരുമാനത്തിലെടുത്ത ഒരു കൊള്ളയാണ് ഇത് എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാൻ അടക്കം ഈ രേഖകൾ ഉതകുമെന്ന് കൂടെ മനസ്സിലാക്കും. സ്വർണം വിൽക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. എന്തിന് ഗോവർദ്ധന് തന്നെ കൊടുക്കുന്നു, എന്തിനായിരുന്നു ആ ഇടപാട് നടന്നത് എന്നതൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടതല്ലേ സിജോ? തീർച്ചയായും അക്കാര്യത്തിലാണ് ഇനി ഒരു മറുപടി നൽകേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു ഇടപാട് നടന്നു എന്ന് പറയുമ്പോൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നെന്ന് പറയുന്നത് ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഒരു പിഴവ് പറ്റിയിരിക്കുന്നു പറയുന്നത് ഈ ശബരിമലയിൽ വെച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടിരുന്നത് അത് പുറത്തു കൊണ്ടുപോയി അതിനുള്ള ഭാഗത്തുനിന്ന് ചില പിഴവുകൾ വരുത്തി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൂടി കൃത്യമായ അറിവ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. 2019 ഇത്തരത്തിൽ ഒരു DD ഈ ഗോവർദ്ധൻ ശബരിമല ദേവസ്വം ബോർഡിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൃത്യമായ ഒരു വിവരം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എന്തായാലും ഇത്തരത്തിൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിൽ പങ്കില്ല, അറിവില്ല, ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ എന്നുള്ള സംഭവം കൃത്യമായി പൊളിയുകയാണ് ചെയ്യുന്നത്.